ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ സാധാരണയേ അമ്മമാർക്കും ഷെഫുമാർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റി അങ്ങനെ ചിന്തിക്കാറില്ലല്ലേ? കാരണം ഇവർ രണ്ടു കൂട്ടരും എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഭക്ഷണം ഉണ്ടാക്കാനുള്ളവരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഞാൻ ഇന്നോർത്തു, നമ്മുടെ ഷെഫ് ജിനോയെ റെസ്റ്റോറൻറ്റിൽ 6 ദിവസവും കഷ്ടപ്പെട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. അതേപോലെ നമ്മുടെ അവിടുത്തെ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ വിഭവമാണ് ചട്ടിച്ചോറ്. മലയാളികൾക്ക് മാത്രമല്ല, ഇംഗ്ലീഷുകാർക്കും ജിനോയുടെ ചട്ടിച്ചോറ് നല്ല ഇഷ്ടമാണ്. ഇന്ന് ഞാൻ ഓർത്തു ജിനോയ്ക്ക് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് ചട്ടിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്തു. കറികളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ജിനോ ഇപ്പം വരുമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഇവിടുന്ന് ഉണ്ടാവുമെന്ന് സാബുജി പറഞ്ഞിട്ടുണ്ട്. എന്താ കൊടുക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. വരുമ്പോൾ ഒരു സർപ്രൈസ് ആകട്ടെ. അപ്പോൾ ചട്ടിച്ചോറിനുള്ള സാധനങ്ങൾ എടുക്കുവാണേ. ചോറ്, മത്തങ്ങായും ചേമ്പും കൂടുള്ള എരിശ്ശേരി, ഓലമീൻ കറി വെച്ചത്, കടലക്കറി, മുരിങ്ങേല തോരൻ, ബീഫ് ഫ്രൈ, മുട്ട പൊരിച്ചത്, പപ്പടം, ഒരു കഷ്ണം മീൻ വറുത്തത്, അമ്പഴങ്ങ അച്ചാർ. വരൂ വരൂ വരൂ. ആ വരൂ, വന്നു നോക്ക്. എന്നും ജിനോ അല്ലേ ചട്ടിച്ചോറുണ്ടാക്കുന്നേ? അപ്പോൾ ഞങ്ങളുടെ വക ജിനോയ്ക്ക് ചട്ടിച്ചോറ്. ഇതിപ്പോ ഇത് കണ്ടിട്ടിപ്പോ എന്റെ പണി പോകുന്ന രക്ഷാണുള്ളത്. നാട്ടുകാർ ഇത് കണ്ടിട്ട് പറയും ഇത് മതി, അത് പറ്റൂലെന്ന് പറഞ്ഞു. അതെ പരിപാടി അല്ലേ? പക്ഷെ ജിനോ കടയിൽ ഇതിൽ കൂടുതൽ സാധനങ്ങൾ കൊടുക്കുന്നില്ലേ? നമ്മള് കടയിൽ എത്ര സാധന ചട്ടിച്ചോറിന് കൊടുക്കുന്നത്? കേരള കിച്ചണിലെ അത്രയും വിഭവങ്ങൾ ഇല്ല എന്നെനിക്കറിയാം. എന്നാലും അതിന്റെ ഏകദേശം അടുത്ത് വരുമോന്ന് നോക്കേ. ഇല്ല, അതിന്റെ കാൽഭാഗം പോലും ആയിട്ടില്ല. അവിടെ തന്നെ പച്ചടി, കിച്ചടി, മോരുകറി, മീൻകറി, ഫിഷ് ഫ്രൈ, ഇതിനകത്ത് ചമ്മന്തി ഇല്ല, അവിടെ പുളിയഞ്ചി, പിന്നെ അച്ചാറ്, സാമ്പാർ മസ്റ്റ് ആണ് ഇതിനകത്ത്. ഇവിടെ സാമ്പാറില്ല. സാമ്പാർ അവിടെ തന്നെ തോറ്റ്. എന്റെ ദൈവമേ, ഞാൻ വലിയ കാര്യത്തിൽ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ഇത്ര ഉണ്ടാക്കിയപ്പോ കുറ്റം പറയുമോ അല്ലേ? കറികളുടെ ഐറ്റം കുറവാണെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ കുറവല്ലാന്ന് നമുക്കറിയാം. അതെന്തായാലും ഞാൻ നല്ല എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആദ്യമല്ല കഴിക്കുന്നേ, ഇങ്ങനെ ഒരു സെറ്റപ്പ് അത് കാണുക. എന്നാല് എൻജോയ് ചട്ടിച്ചോറ് കേട്ടോ. അങ്ങനെ സ്ഥിരമായി കേരള കിച്ചണിൽ ഗസ്റ്റുകളെ ചട്ടിച്ചോറ് കൊടുത്ത് കയ്യിലെടുക്കുന്ന ഷെഫിനെ വീട്ടിലെ ചട്ടിച്ചോറ് കൊടുത്ത് ഞാനും കയ്യിലെടുത്തു എന്നാണ് തോന്നുന്ന, കഴിപ്പ് കണ്ടിട്ട്.